ഇന്നത്തെ നമ്മുടെ യാത്ര അമ്പലത്തിന്റെ പേര് തന്നെ സ്ഥലപ്പേരായിട്ടുള്ള ഒരിടത്തേക്കാണ് കേട്ടോ. എവിടേക്കെന്നല്ലേ? ഭാരതത്തിന്റെ തെക്കേ അറ്റത്തുള്ള കന്യാകുമാരി ജില്ലയിലെ നാഗർകോവിലിലേക്ക്. പേര് പോലെ തന്നെ അമ്പലത്തിനകത്തും പുറത്തും വളരെയധികം നാഗപ്രതിഷ്ഠകളുള്ള നഗരമധ്യത്തിലാണെങ്കിലും ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള ശ്രീ നാഗരാജ ക്ഷേത്രം. സ്വയംഭൂമൂർത്തിയായ നാഗരാജാവാണ് ഇവിടെ ശ്രീകോവിലിൽ പ്രധാന പ്രതിഷ്ഠ. ശ്രീകോവിലിന് പുറത്തുള്ള നാഗപ്രതിഷ്ഠകളിൽ ഭക്തർക്ക് സ്വയം മഞ്ഞൾപ്പൊടിയും പാലും അഭിഷേകം ചെയ്യാമെന്നുള്ളത് ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ്. ഇങ്ങനെ നാഗദൈവങ്ങളെ പ്രീതിപ്പെടുത്തുന്നതിലൂടെ രാഹുകേതു ദോഷങ്ങൾ അകലുമെന്നും വിവാഹ തടസ്സവും സർപ്പദോഷങ്ങളും നീങ്ങി സന്താനഭാഗ്യവും ഉണ്ടാകുമെന്നാണ് വിശ്വാസം. പുറ്റുമണ്ണാണ് ഇവിടെ പ്രസാദമായി നൽകുന്നത്. ഈ പ്രസാദം തൊടുന്നതിലൂടെ എല്ലാ തരത്തിലുമുള്ള ചർമ്മരോഗങ്ങളും മാറി ചർമ്മത്തിന്റെ പൊലിമയും വർദ്ധിക്കുന്നു എന്നാണ് വിശ്വാസം. ഇവിടെ ക്ഷേത്രകുളത്തെ നാഗതീർത്ഥം എന്നാണ് പറയുന്നത്. ദൈവിക സർപ്പങ്ങളുടെ സാന്നിധ്യമുള്ളതിനാൽ മൂലസ്ഥാനത്ത് ഓല കൊണ്ട് മേഞ്ഞ മേൽക്കൂരയാണ്. മൂലപ്രതിഷ്ഠാസ്ഥാനം എപ്പോഴും ഈർപ്പമുള്ളതായി കാണാം. ഇവിടെ പ്രസാദമായി നൽകപ്പെടുന്ന പുറ്റുമണ്ണ് കർക്കിടകം മുതൽ ധനുമാസം വരെ 6 മാസം കറുത്ത നിറത്തിലും മകരം മുതൽ മിഥുനം വരെയുള്ള 6 മാസക്കാലം വെളുത്ത നിറത്തിലുമായിരിക്കും എന്നത് ശാസ്ത്രയുഗത്തിലെ അത്ഭുതമാണ്. എത്ര കാലം എത്രമാത്രം മണ്ണ് ഇവിടെ നിന്ന് എടുത്താലും മണ്ണ് കുറയാതിരിക്കുന്നതും മറ്റൊരു അത്ഭുതമാണ്. ഈ ക്ഷേത്രത്തിൽ പോയിട്ടുള്ളവർ ഒന്ന് മെൻഷൻ ചെയ്യണേ. അടുത്ത വീഡിയോയുമായി കാണാം.